कक्षा में सबको स्वागत है. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയായിരുന്നു ടൂട്ടാ പഹിയ നാമക് ഏക് കവിത. ഇനി നമുക്ക് ആ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. നോക്കാം. और फर्स्ट क्वेश्चन, कविता के प्रतीकों को चुनकर गद्य में लिखे. वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा? लिखे. പ്രതീകം എന്തിൻ്റേതാണ്, അതെന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് എഴുതാനുള്ളത്. അപ്പോൾ ടൂട്ടാ പഹിയ, അഭിമന്യു, ചക്രവ്യൂഹ്, അക്ഷൗഹിണി സേന, മഹാരഥി ഇവയൊക്കെയാണ് പ്രതീകങ്ങൾ. ഇവ എന്തിനെയെല്ലാം പ്രതിനിധിത്വ കർത്താഹ എന്നുള്ളതാണ് അടുത്ത കോളത്തിൽ നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ടൂട്ടാ പഹിയ എന്തിനെയാണ്? ടൂട്ടാ ഹുവ മാനവ മൂല്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലേ. അഭിമന്യു സാധാരണ ജനതയെയും, ചക്രവ്യൂഹം ജീവൻ കി വിഷമതായെയും, അക്ഷൗഹിണി സേന ശോഷൺ കി വ്യവസ്ഥ, മഹാരഥി ശോഷകൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൂട്ടാ പഹിയ കവിത പർ ടിപ്പണി ലിഖെ. ഈ കവിതയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. टूटा पहिया आधुनिक हिंदी साहित्य के प्रमुख कवि श्री धर्मवीर भारती की कविता है. इसमें कवि ने अर्जुन पुत्र अभिमन्यु की कथा के माध्यम से वर्तमान सामाजिक स्थिति पर प्रकाश डाला है. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി ശ്രീ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ പഹിയ. ഇവിടെ കവി അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആധാരമാക്കി ഇന്നത്തെ സാമൂഹിക സ്ഥിതിയെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധ के 13वां दिन महारथियों के रचे चक्रव्यूह में अभिमन्यु फंस गया था. महारथियों ने उसे निरायुध कर दिया था. तब उसने टूटे रथ चक्र लेकर अकेले महारथियों का सामना किया था. लेकिन चक्रव्यूह से बाहर निकलने का उपाय न जाने से अभिमन्यु वही अधर्म से मारा गया. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 13ാമത്തെ ദിവസം കൗരവസേനയിലെ മഹാരഥികൾ ചമച്ച ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയി അഭിമന്യുവിനെ ശത്രുക്കൾ നിരായുധരും ആക്കി. ആ സമയം അഭിമന്യു തേരിൻ്റെ പൊട്ടിയ ചക്രത്തെയാണ് പരിചയാക്കിയിട്ട് മഹാരഥികളെ നേരിടുകയാണ് ഉണ്ടായത്. ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വിദ്യ ആകട്ടെ അഭിമന്യുവിന് വശവുമില്ലായിരുന്നു. അവസാനം ശത്രുപക്ഷത്തിൻ്റെ അധർമ്മത്തിനിരയായി അഭിമന്യു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. യഹ കവി अपने को मानव मूल्यों का प्रतीक टूटा पहिया मानता है. अभिमन्यु साधारण जनता का प्रतीक है. आज का समाज शोषकों का है. वे साधारण जनता का शोषण करते हैं. हमारे समाज में अब मानव मूल्यों का कोई स्थान नहीं है. वह टूटे पहिए के समान है. ऐसी परिस्थिति में कवि का विश्वास है कि टूटा पहिया अत्याचार और शोषण के चक्रव्यूह में फार्म से साधारण जनता रूपी अभिमन्यु की रक्षा कर सके. इसलिए टूटा पहिया समझकर मेरी उपेक्षा नहीं करनी चाहिए. ഇവിടെ കവി മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമായ പൊട്ടിയ ചക്ര കഷ്ണമാണ് താനെന്ന് സ്വയം അഭിപ്രായപ്പെടുകയാണ് ഉള്ളത്. അഭിമന്യു സാധാരണക്കാരനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇന്ന് നമുക്കിടയിൽ മാനുഷിക മൂല്യത്തിന് യാതൊരു വിലയുമില്ല. അത് എന്തുപോലെയാണ്? പൊട്ടിയ ടൂട്ടാ ഹുവ പോലെയാണ് കാണപ്പെടുന്നത്. ഇത്തരം ചുറ്റുപാടിൽ അനീതിയും ചൂഷണവുമാകുന്ന ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്ന ഒരു സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് പൊട്ടിയ ചക്രകഷ്ണവും സഹായകമാവുമെന്നാണ് കവി ആശംസിക്കുന്നത് അല്ലെങ്കിൽ കവി ആശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, आज के सामाजिक परिवेश में अभिमन्यु और टूटा पहिया किन किन के प्रतीक है? അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്, അതുപോലെ തന്നെ ടൂട്ടാ പഹിയയുടെ എന്തിൻ്റെയൊക്കെ പ്രതീകമാണെന്നാണ് പറയുന്നത്. സാധാരണ ജനത എന്താണ്? മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകവും, സാഹസി ഉപേക്ഷിത ലഘുമാനവിൻ്റെ പ്രതീകവും, വീരൻ ശക്തിയുടെ പ്രതീകവും, ന്യായമിത്ര സഹാരയുടെ പ്രതീകവുമായിട്ടാണ് കാണപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിനെ പൗരാണിക പ്രസംഗ द्वारा വർത്തമാൻ സമയ की चर्चा की. इस पर अपना मत लिखे. താങ്കളുടെ അഭിപ്രായം എഴുതുക. टूटा पहिया आधुनिक हिंदी साहित्य के प्रमुख कवि श्री धर्मवीर भारती की कविता है. इसमें महाभारत की अभिमन्यु की कहानी को प्रतीकात्मक बनाकर वर्तमान युग की क्रूरता का चित्रण हुआ है. यहाँ टूटा पहिया जीवन के संघर्ष में अक्सर बलि कर दिए जाने वाले मानव मूल्य का प्रतीक है. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി ശ്രീ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് ടൂട്ടാ പഹിയ. ഇതിൽ കവി മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി ഈ യുഗത്തിൻ്റെ ക്രൂരതയെ ചിത്രീകരിക്കുകയാണ് ഇവിടെ ടൂട്ടാ പഹിയയിലൂടെ ചെയ്യുന്നത്. शोषक वर्ग अपने अधिकार और शक्ति के ब्रह्मास्त्र से अकेले निरायुध व्यक्ति की असहाय आवाज को कुचल देना चाहते हैं. तब अगर उसके शस्त्रहीन हाथों में रथ का पहिया आ जाए तो वह ब्रह्मास्त्रों से भी लड़ सकता है, उसका सामना कर सकता है. यहाँ कवि ने वर्तमान सामाजिक स्थिति पर प्रकाश डाला है. इस युग में मानव मूल्य टूटे पहिए के समान है. वर्तमान परिस्थिति में शोषक वर्ग रूपी महारथी शोषण की व्यवस्था रूपी चक्रव्यूह रच कर असहाय जनता का शोषण कर रहा है. इस स्थिति में मानव मूल्य ही मनुष्य का काम आता है. ഇവിടെ ടൂട്ടാ പഹിയയിലെ ജീവിത സംഘർഷത്തിൽ മിക്കപ്പോഴും ബലിയർപ്പിക്കപ്പെടുന്ന മാനുഷിക മൂല്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചൂഷകവർഗം അവരുടെ അധികാരവും ശക്തിയുമാകുന്ന ബ്രഹ്മാസ്ത്രം കൊണ്ട് നിരായുധൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൈകളിലേക്ക് പൊട്ടിയ ചക്ര കഷ്ണം കിട്ടിയാൽ അവന് ബ്രഹ്മാസ്ത്രത്തെ പോലും നേരിടാൻ സാധിക്കും. ഇവിടെ കവി ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് മാനുഷിക മൂല്യം പൊട്ടിയ ചക്രകഷ്ണം പോലെയാണ്. ചൂഷകവർഗമാകുന്ന മഹാരഥികൾ നിസ്സഹായരായ സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ മാനുഷിക മൂല്യം മാത്രമേ മനുഷ്യന് സഹായകമാവുന്നുള്ളൂ. फिर मिलेंगे, तब तक के लिए धन्यवाद.